കണ്ണൂരിൽ 8 മാസം പ്രായമായ കുഞ്ഞിന് മരുന്ന് മാറി നൽകിയെന്ന് പരാതി ഉയരുന്നു. മരുന്ന് ഓവർഡോസ് ആയതിനെ തുടർന്ന് കുട്ടി ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. പനിക്കുള്ള കാൾപോൾ സിറപ്പിന് പകരം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കാൾപോൾ ഡ്രോപ്സ് ആണ് നൽകിയതെന്ന് പിതാവ് പറയുന്നു. ഡോക്ടർ നമ്മൾക്ക് മരുന്ന് കുറിച്ച് തന്ന് നമ്മളത് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി രാത്രിക്ക് ഒരു നേരം കൊടുത്തു. അത് 5 ml ആണ് കൊടുക്കേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. കാൽപോളാന്ന് 5 ml കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അത് കൊടുത്ത് പിന്നെ അന്നേരം പനി കുറച്ച് കുറഞ്ഞിരുന്നു. പിന്നെ പിറ്റേന്ന് രാവിലെ വീണ്ടും കൊടുത്ത് പിന്നെ വൈകുന്നേരം പിന്നെ കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് മരുന്ന് തീർന്ന് ആ ഡ്രോപ്സിൽ വരുന്നില്ല. അങ്ങനെ നമ്മൾ മരുന്ന് നോക്കുന്ന സമയത്താണ് കണ്ടത് ഇത് സിറപ്പല്ല ഡ്രോപ്സ് ആണ്, മരുന്ന് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ കണ്ടപാട് പറഞ്ഞ് ഇത് ഓവർഡോസായി പോയി, ഇത് ഞാൻ എഴുതിയ മരുന്ന് ഇതല്ല, ഞാൻ എഴുതിയത് സിറപ്പാണ്, ഇത് ഡ്രോപ്സ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. അരുൺ, വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN മെഡിക്കൽ ഷോപ്പുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ച. ആ വീഴ്ചയാണ് 8 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോയത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് കുഞ്ഞിന് പനി ബാധിച്ച് പഴയങ്ങാടിയിൽ, കണ്ണൂർ പഴയങ്ങാടിയിലെ ഒരു ക്ലിനിക്കിൽ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ കാണിച്ചത്. അതിനുശേഷം ഡോക്ടർ അവിടുന്ന് ഈ കാൽപോൾ സിറപ്പാണ് മരുന്നായി നൽകിയത്. അത് മെഡിക്കൽ ഷോപ്പിലെത്തുന്നു. പക്ഷേ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അത് മാറി നൽകി, കാൽപോൾ ഡ്രോപ്സ് ആണ് മാറി നൽകിയത്. ഇവിടുത്തെ ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നതനുസരിച്ച് അതിന് ഈ 5 മില്ലിയാണ് നൽകിയത്. അതിന് 4 ഇരട്ടിയോളം ഡോസ് കൂടുതലായിരിക്കും. ഈ ഡ്രോപ്സിന് 4 ഇരട്ടിയോളം ഡോസ് കൂടുതലായിരിക്കും. അത് കുഞ്ഞിന് നൽകി. അങ്ങനെയാണ് കുഞ്ഞിന് ഗുരുതരമായിട്ടുള്ള നേരിട്ട് കരളിനെ തന്നെ ബാധിച്ചു എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് കണ്ണൂരിലെ ആസ്റ്റർ മിംസിലേക്ക് ഇപ്പോൾ കുഞ്ഞിനെ പ്രവേശിച്ചിട്ടാണുള്ളത്. ഇപ്പോൾ ഇവിടെ ICUവിലാണ് ചികിത്സയിലുള്ളത്. പക്ഷേ ഇന്നലെ അല്പം മാറ്റമുണ്ട്, അത് ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. അല്പം മാറ്റമുണ്ട് എന്നതാണ് പറയുന്നത്. കുഞ്ഞിന് ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടർന്നാൽ കരൾ തന്നെ മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുകൂടി ഡോക്ടർമാർ പറയുന്നുണ്ട്. അങ്ങനെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് ഉള്ളത്. അത് ഈ മെഡിക്കൽ ഷോപ്പുകാർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാതാപിതാക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർ നിയമ നടപടി ഉൾപ്പെടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. ഈ മെഡിക്കൽ ഷോപ്പുകാർ മരുന്ന് മാറി തന്നെയാണ് നൽകിയത്. സിറപ്പ് നൽകേണ്ടതിൽ ഡ്രോപ്സ് ആണ് നൽകിയത്. അതുകൊണ്ടാണ് ഈ കുഞ്ഞിന് ഈ ആരോഗ്യ പ്രശ്നം ഉണ്ടായത് എന്നിപ്പോൾ കുഞ്ഞിനെ ഇപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നുണ്ട്. ഓക്കെ.